നമുക്ക് വളരെ സുപരിചിതമായ ധാരാളം പ്രാവശ്യം ഒരു പക്ഷെങ്കിൽ കേട്ടിട്ടുള്ള ഒരു ഭാഗത്ത് നിന്നാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ അല്പസമയം ചില ചിന്തകൾ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു നോട്ട് എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു, എന്നാൽ രാവിലെ നോക്കിയപ്പോൾ ആ നോട്ട് കാണുന്നില്ല. അപ്പം ഞാൻ രാവിലെ ഇച്ചിരി പ്രയാസപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച വിഷയം എല്ലാ നിലയിലും പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുമോ എന്നൊരു പ്രയാസം എനിക്കുണ്ടായി. എങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഇരുന്ന് ആ ഭാഗങ്ങൾ വായിച്ച് ഒന്നുകൂടെ ധ്യാനിച്ചു. എനിക്ക് തോന്നുന്നു ചില പോയിന്റൊക്കെ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു മെസ്സേജാണ്. എങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവമാണല്ലോ നമുക്ക് ആലോചനയും കൃപകളും തരുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ട്. എന്തോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരായ, ദൈവത്തിൻ്റെ ദാസന്മാരായ സഹോദരന്മാർക്ക് ഉണ്ടായ ഒരു കഷ്ടതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ശോധനയെക്കുറിച്ചാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി എന്നാണ് നമ്മൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതിനെ വീണ് നമസ്കരിക്കുക എന്നുള്ളതാണ് രാജകൽപ്പന എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും ആ നിലയിൽ ആ ബിംബത്തെ, വിഗ്രഹത്തെ നമസ്കരിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. രാജാവ് അതറിയുവാനിടയായി. രാജാവിന് കോപം ജനിച്ചു. ഈ സഹോദരന്മാരെ രാജസന്നിധിയിലേക്ക് വരുത്തുകയാണ്. അതിനുശേഷം അവർക്ക് രണ്ടാമത് ഒരവസരം കൂടെ നൽകുകയാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ എന്ന് അവിടെ രാജാവ് കൽപ്പിക്കുകയും രാജാവ് തൻ്റെ പ്രൗഢ ഗംഭീരമായ ശബ്ദത്തിൽ ഒരുപക്ഷെങ്കിൽ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് നമുക്കതിൻ്റെ 15-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. 16-ാം വാക്യത്തിൽ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും ഒരു രാജസന്നിധിയിലാണ് നിൽക്കുന്നത്. സംസാരിക്കുന്നത് രാജാവിനോടാണ്, ഉത്തരം പറയുന്നത് രാജസന്നിധിയിലാണ്. എന്തും സംഭവിക്കാം നിശ്ചയമായിട്ടും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവഭക്തന്മാർ പറയുകയാണ്, ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ നമസ്കരിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൽ വിശ്വാസമുള്ള ഭക്തന്മാരായിട്ടാണ് നമുക്ക് ഈ സഹോദരന്മാരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തങ്ങൾ സേവിക്കുന്ന ദൈവം ആരാധിക്കുവാൻ കൊള്ളാവുന്ന ദൈവമാണ്, കുമ്പിടുവാൻ കൊള്ളാവുന്ന ദൈവമാണ്, വീണ് നമസ്കരിക്കുവാൻ യോഗ്യനായ ദൈവമാണ്. അവനെ പോലെ മറ്റൊരു ദൈവമില്ല. അതുകൊണ്ടാണ് ഈ സ്വർണ്ണബിംബത്തിന്റെ മുൻപാകെ ഈ ഭക്തന്മാരായ ദൈവപുരുഷന്മാർ വീണ് നമസ്കരിക്കാതെ ഇരുന്നത്. അവിടെ പറയുന്ന ഒരു വാക്യം നമ്മൾ ഓർക്കുന്നതാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ എന്ന് ഒരു വാക്ക് അവർ പറയുന്നുണ്ട്. ആ വാക്ക് ഒരിക്കലും ഒരു സംശയത്തിന്റെ വാക്കല്ല. നിശ്ചയമായിട്ടും ദൈവത്തിനത് കഴിയും. അങ്ങനെ കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണെങ്കിലും, ദൈവത്തിന്റെ ആഗ്രഹം മറ്റൊന്നാണെങ്കിലും അല്ല, ഞങ്ങളെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും, അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ ദൈവം ഇന്ന് ഈ തീച്ചൂളയുടെ നടുവിൽ ഞങ്ങളെ ഇട്ട് കളവാനാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിലും
എങ്കിലും ഞങ്ങൾ, അല്ലെങ്കിലും ഞങ്ങൾ, ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ല എന്ന് വരികിലും ഞങ്ങൾ നിന്റെ ദേവന്മാരെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞ് വിടുതലല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. മറിച്ച് സേവിക്കാൻ കൊള്ളാകുന്ന, കുമ്പിടുവാൻ കൊള്ളാകുന്ന, ആരാധിക്കുവാൻ കൊള്ളാകുന്ന, അനുഗമിക്കുവാൻ കൊള്ളാകുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ വിടുവിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. മറിച്ച് ആരാധിക്കാൻ കൊള്ളാകുന്ന ദൈവത്തിന് മുൻപാകെ മാത്രമേ മുട്ട് മടക്കുകയുള്ളൂ എന്ന ദൈവഭക്തന്മാർ ഉറച്ച് ഒരു തീരുമാനമെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അല്ലേ? യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. അപ്പൊ കൊല്ലുക, ജീവൻ പോകുക അതല്ല വിഷയം. ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ കരുതുന്ന ദൈവമാണ്, എന്നെ അറിയുന്ന ദൈവമാണ്, അവൻ വിശ്വസ്തനായ ദൈവമാണ് എന്ന് പറയുകയാണ്. ഇനി ഈ ചാരത്തിലിരുന്ന് ചുരണ്ടുന്ന അവസ്ഥയിലല്ല, മറിച്ച് അതിനപ്പുറം ഞാൻ ചാകേണ്ടി വന്നാലും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ സേവിക്കും, അവന് വേണ്ടി കാത്തിരിക്കും. അവൻ എൻ്റെ ജീവനായകനാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് ഈ ദൈവഭക്തന്മാർക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെ കേട്ടുപോകുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയാണ് നമ്മുടെ വിഷയം. ഈ 18-ാം വാക്യം കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഈ സഹോദരന്മാർ അവിടെ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഈ 18-ാം വാക്യത്തിൽ രാജസന്നിധിയിൽ നിന്ന് ഈ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ രാജസന്നിധിയിൽ ഒരക്ഷരം പോലും ഈ ദൈവദാസന്മാർ വേണ്ടിയിട്ടില്ല. പിന്നെ സംസാരിക്കുന്നതൊക്കെ രാജാവും, ഞാൻ പറയാനായിട്ട് പോവുകയാണ്, പിന്നെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നോക്കാം. ഞാൻ ഈ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത്, ഞാൻ ഈ ഹെഡ് ഈ വചനം പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ അതിനൊരു ഹെഡ് നൽകി, ചൂള അനുവദിക്കപ്പെടുമ്പോൾ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചൂളയ്ക്ക് സമമായ അനുഭവങ്ങൾ ഒരുപക്ഷെങ്കിൽ ദൈവം അനുവദിച്ചു എന്ന് വരാം. പാട്ടുകാരൻ പാടിയില്ലേ, കഷ്ടതയുടെ കയ്പ് നീരിലൂടെ കടക്കേണ്ടി വന്നാലും ആപത്ത് വേളകൾ വരും. അത് അറിഞ്ഞുകൊണ്ടാണ് പാട്ടുകാരൻ അത് എഴുതിയത്. ആനന്ദവേളകൾ മാത്രമല്ല, ആപത്ത് വേളകളുണ്ട്, പ്രയാസവേളകളുണ്ട്, കഷ്ടതയുടെ അനുഭവങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, സൗരം പറഞ്ഞതുപോലെ മരണമുണ്ട്, എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ യാതൊരു കഷ്ടവും അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചൂളയുടെ ചില പ്രത്യേകതകളാണ് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഇനി സാക്ഷ്യം പറയാനായിട്ട് പോകുന്നത്, ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്, ഇനി ആലോചന തരാനായിട്ട് പോകുന്നത് ഈ ചൂളയാണ്. സഹോദരന്മാരുടെ സംസാരം അവസാനിച്ചു. ഇനി ഈ ചൂളയ്ക്ക് ചിലത് നമ്മളോട് പറയാനായിട്ടുണ്ട്. സ്തോത്രം. ചൂളയുടെ ഒന്നാമത്തെ പ്രത്യേകത 19-ാം വാക്യം ഒന്ന് വായിക്കാം. 19-ാമത്തെ വാക്യം. ദൈവഭക്തന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന ചൂളയുടെ പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 19-ാം വാക്യം. മാറി മതി. അപ്പോൾ അവിടെയുണ്ട് നമ്മുടെ ഒന്നാമത്തെ ആശയം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഈ ചൂളയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് പതിവായി, സ്തോത്രം, കിട്ടിയത്, ഇത് പതിവായി ചൂടുപിടിക്കുന്ന ചൂളയാണ്. ഇത് പതിവായി ചൂടുപിടിക്കുന്ന ചൂളയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പതിവായി ചൂടുപിടിക്കുന്ന ഒരു ചൂളയാണ്. ആ ചൂളയിൽ, അതാ ഞാൻ ഓർപ്പിച്ചത്, ഈ ചൂളയ്ക്ക് ചൂടുപിടിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തിൽ ഇല്ല. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഈ ചൂളയ്ക്ക് ചൂട് പിടിച്ചിട്ടുണ്ട്. അത് ചെറുതാകുന്ന നിലയിൽ, വലുതാകുന്ന നിലയിൽ. ഇവിടെ ഈ സഹോദരന്മാർക്ക് 7 ഇരട്ടി വന്നു. ആ ആശയത്തിലേക്ക് ഞാൻ വരാം. ഒന്നാമത് ഈ ചൂളയുടെ പ്രത്യേകത, ഈ ചൂള എല്ലാവർക്കും വേണ്ടി ചൂടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ ചൂടാകും. എല്ലാവർക്കും വേണ്ടിയും ഈ ചൂള ചൂടാകും. ചൂള എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? ചൂട് പിടിപ്പിക്കാനാ. ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ചൂള. പ്രിയപ്പെട്ടവരെ, ചൂട് പിടിപ്പിക്കാൻ ഉണ്ടാക്കിയ ചൂളയിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ പിന്നെ ഈ ചൂട് പിടിക്കുമ്പോൾ കരയേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം
ഉണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. കഷ്ടം സഹിക്കാനായിട്ടുള്ള വരം നമുക്ക് തന്നിരിക്കുന്നു. ഫിലിപ്പിയർ ലേഖനം 1:19 അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ മാത്രമല്ല, അവനെ ആരാധിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, കഷ്ടം അനുഭവിക്കുവാനും കൂടെ നമുക്ക് വരം തന്നിരിക്കുകയാണ്. അപ്പോ ചൂട് പിടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭാരപ്പെടേണ്ട. ഈ ചൂട് പിടിക്കുന്ന ചൂളയാണ്. ഇത് ഈ ചൂട് പിടിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ തരത്തിലായിരിക്കും. ഓരോ ഇല്ലേ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലെയിം കുറച്ചും കൂട്ടിയൊക്കെ ആവശ്യത്തിന് എങ്ങനെയാണോ പാകം ചെയ്യേണ്ടത്, എങ്ങനെയാണോ നിന്നെ മെരുക്കിയെടുക്കേണ്ടത്, അങ്ങനെ ഇതെന്ത് ചെയ്യും? ദൈവം ചൂളയ്ക്ക് ചൂട് പിടിപ്പിച്ച് നിന്നെ നല്ല പാകമാക്കി എടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ചൂട് കിട്ടുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ക്ലേശങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, മരണങ്ങൾ വരുമ്പോൾ, നാം ഓർക്കേണ്ടത് ഈ ചൂള ഇത് എനിക്ക് മാത്രമല്ല സംഭവിക്കുന്നത്. ലോകത്തിലെ സകല മനുഷ്യനും ഈ ചൂള എന്ത് ചെയ്യും? ചൂട് പിടിക്കാനായിട്ട് ഇടയായിത്തീരും. പിടിച്ചോ, നോക്കാം. അബ്രഹാമിന് പിടിച്ചോ? ചൂളയ്ക്ക് ചൂട് പിടിച്ചായിരുന്നോ? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ പറയുക, അബ്രഹാമേ, നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയെ കൊണ്ടുപോയി പിടിച്ചോ? ചൂട് പിടിച്ചു അല്ലേ? ഒരപ്പൻ എന്ന നിലയിൽ നിശ്ചയമായിട്ടും ചൂട് പിടിക്കും. അത്രയ്ക്ക് ഗൗരവകരമായ ഒരു വിഷയമാണ് അവിടെ സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇസഹാക്കിന്റെ ജീവിതത്തിൽ ചൂട് പിടിച്ചോ? ഇസഹാക്കിന്റെ ജീവിതത്തിൽ 2 മക്കളും തമ്മി ചേരിയല്ല, അവന്മാര് രണ്ടും കൂടെ അടിയും വഴക്കും, എന്നും വഴിയിടയ്ക്ക് രണ്ടും കൂടെ കൊല്ലാനായിട്ട് നടക്കുക. അങ്ങനെ ജീവിക്കുക. കുടുംബത്തിൽ സമാധാനമില്ല. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? യാക്കോബിന് ചൂട് പിടിച്ചോ? എന്താ സംഭവിച്ചത്? സഹോദരന്മാർ വന്ന് എല്ലാം കൂടെ യോസഫിനെ വിട്ടേച്ച് വന്നിട്ട് എന്താ പറഞ്ഞു? ഏതാ കാട്ടുമൃഗം കൊണ്ടുപോയെന്ന് പറഞ്ഞു, കടിച്ചു കീറി എന്ന് പറഞ്ഞാൽ അങ്കിയും കൊണ്ട് വന്നു. ചൂട് പിടിച്ചു. പിന്നെ അങ്ങനെ ഭക്തന്മാരെ ഓരോന്നും എന്ത് ചെയ്യുക? ഈ പ്രയാസം അനുഭവിക്കാത്ത ഒരു ഭക്തനെ ഇതിൽ നിന്ന് എടുത്തു തരാമോ? അതായത് സന്തോഷം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ, യാതൊരു കഷ്ടവും അനുഭവിക്കാത്ത അങ്ങനെ ഒരു മനുഷ്യനില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗം വരുമ്പോൾ, നമുക്ക് ക്ലേശം വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഉള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഇത് മണ്ണിലെടുത്തത് മണ്ണിലോട്ട് തിരികെ ചേരണ്ടേ? അപ്പൊ ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ കാഴ്ച പോകും, കേൾവി പോകും, പിന്നെ ആരോഗ്യം ക്ഷയിക്കും, ഇല്ലേ? ഈ പ്രായമുള്ളവരൊക്കെ മരിക്കാൻ സമയത്ത് എന്ത് ചെയ്യും? ഒന്ന് വീഴും, ഇല്ലേ? നമ്മളിങ്ങനെ പറയാറുണ്ട്, എല്ലാത്തിനും ഒരു കാരണം ഉണ്ട്. സമയമാകുമ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ വരും. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇത് ക്ഷയിക്കുന്നത്, ഇത് ബലഹീനമായതാണ്, ഇത് ചൂട് പിടിക്കുന്നതാണ്, ഇത് ക്ഷയിച്ചു പോകുന്നതാണ്. ഇത് മണ്ണിൽ നിന്നെടുത്ത് ഇത് മണ്ണിന് തിരികെ കൊടുക്കാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇത് ചൂട് പിടിക്കുന്നതാണ്. ദാനിയേൽ എന്ത് ചെയ്തു? ഈ ഭക്തന്മാർക്ക് ചൂട് പിടിച്ചു. ദാനിയേലിൽ എന്ത് ചെയ്തു? സിംഹക്കുഴി കൊണ്ടിട്ടു. നല്ല സുഖമാണോ സിംഹക്കുഴിയിലിരിക്കുന്നത്? അയ്യോ, അവിടെ വെച്ച് ചൂട് പിടിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ഭക്തന്മാർ, യോബ്, അങ്ങനെ എടുത്തു നോക്കിക്കുക, എല്ലാവർക്കും ഈ ചൂട് പിടിക്കുകയാണ്. ഇനി കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി വളരെ അടിയും കഷ്ടവും അപമാനവും ഒക്കെ സഹിച്ച് അനേകർ രക്തസാക്ഷികളായി തീരുവാനിടയായി. പൗലോസ് എന്ന് പറയുന്നുണ്ട്, പലപ്പോഴും കല്ലേറ് കൊണ്ടു പരിഹാസം അനുഭവിച്ചു. ചങ്ങല, ചമ്മട്ടി, പരിഹാസം, കല്ലേറ്, കാലാമത്തിലിട്ട് പൂട്ടി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്കുണ്ട്. ഇല്ല, ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും. ഇനി എന്തിനേറെ പറയുന്നു, കർത്താവിനും എന്ത് ചെയ്തു? ഇല്ലേ? നമ്മൾ രാവിലെ അതല്ലേ ഓർത്ത്, ഭാരമേറിയ ആ പച്ചപ്പൈന്മര കുരിശുമായിട്ട് കർത്താവ് എന്ത് ചെയ്യുക? ഗോൽഗോത്തവളുടെ മുകളിലേക്ക് നടന്നു പോകുക. നമ്മുടെ വേദനയെ അവൻ സഹിക്കുന്നത്, നമ്മുടെ വേദനയെ അവൻ അനുഭവിക്കുന്നത്. അവനെ അടിച്ചില്ലേ? അവനെ തുപ്പിയില്ലേ? അവനെ പരിഹസിച്ചില്ലേ? അവനെ നിന്ദിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാഥൻ പച്ചമരത്തോട് ഇത് ചെയ്തെങ്കിൽ ഉണങ്ങിയതിനെന്ത് ഭവിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാഥൻ കഷ്ടം സഹിച്ചെങ്കിൽ അവൻ പറയുക, ലോകത്തിൽ നമുക്കും കഷ്ടമുണ്ട്. ഇനി എന്റെ പിന്നാലെ വന്നാൽ എന്ത് ചെയ്യും? അനേകരെ നിങ്ങളെ ദൂഷിക്കും. എന്റെ നിമിത്തം ഉപദ്രവവും പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ചൂട്, അതാണ് ഈ ചൂളയുടെ ഒന്നാമത്തെ പ്രത്യേകത. അതുകൊണ്ട് ആർക്കും വരാത്തത് എന്തോ എനിക്ക് വന്നെന്നുള്ളത് നമ്മൾ ഭാരപ്പെടേണ്ട. ഈ ചൂളയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് പതിവായി ചൂട് പിടിക്കുന്ന
ചൂളയാണ്. ഇനി പതിവായി ചൂട് പിടിക്കുന്നതിൽ എന്ത് ചെയ്തു? 7 മടങ്ങ്. തീർന്നില്ല, ഞാൻ ഈ പറഞ്ഞതൊന്നും അവസാനിച്ചില്ല. സംഭവം ശരിക്കും വരാൻ പോകുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് ആർക്കു വേണ്ടി ഇത് ചൂടാവുന്നത്? ആർക്കു വേണ്ടി ഇത് ചൂടാവുന്നത്? സ്തോത്രം. ദൈവമക്കൾക്ക് വേണ്ടി. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊന്നും നമുക്കുള്ളത് വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്കുള്ളത് 7 മടങ്ങ്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ലോകത്തിലെല്ലാ മനുഷ്യനു വേണ്ടി ചൂടാവും. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കഷ്ടതയും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മരണങ്ങളും മാത്രമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. ഇനി നമ്മൾ ദൈവമക്കളാണെങ്കിൽ അതുകൊണ്ടും തീർന്നിട്ടില്ല. നമുക്ക് വേണ്ടി ഈ ചൂള 7 മടങ്ങ് അധികം ഒരു പക്ഷെങ്കിൽ ചൂടായെന്ന് വരാം. അത് ലോകത്തിലെ മനുഷ്യന് ലഭിക്കാത്ത വേദനകൾ ഒരു പക്ഷെങ്കിൽ ദൈവജനത്തിന് ഇല്ലേ? ആ ദൈവഭക്തനായ ഇയ്യോബിന് എന്തോ പാപം ചെയ്തിട്ടാ ആ ദൈവം തന്നെ പറയുകയാണ്, അവനെ പോലെ നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ ഭൂമിയിൽ ആരും ഇല്ല. അങ്ങനെ ജീവിച്ച ദൈവഭക്തന് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കൂട്ടിനാരുണ്ട്? പല്ലിന്റെ മോണ. ഞാൻ ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം പോയിട്ട് പറഞ്ഞ് ഇപ്പൊ എന്റെ കൂട്ടിന് എന്റെ പല്ലിന്റെ മോണ മാത്രമേ ഉള്ളെന്ന്. എല്ലാവരും കൈവിട്ടു. സമ്പത്ത് പോയി, മക്കള് പോയി, ആടുമാടുകൾ പോയി, ദാസിദാസന്മാര് പോയി, സമ്പാദ്യം പോയി, വീട് പോയി, ഭാര്യയും മാറിയിക്കുക, മക്കളുള്ളതെല്ലാം പോയി, ഒറ്റയ്ക്കായി. ഇല്ല, ശരീരത്തിനോട് നോക്കിയാൽ അതുമില്ല. ഞാൻ പല്ലിന്റെ മോണയോടുകൂടെ ശേഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരു പക്ഷെങ്കിൽ ഈ ചൂള 7 മടങ്ങ് അധികം ചൂട് പിടിച്ചു എന്ന് വരാം. നമ്മുടെയൊക്കെ നടുവിൽ എത്രയോ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരു പക്ഷെങ്കിൽ ഈ ചൂള 7 മടങ്ങ് അധികം ചൂട് പിടിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഭക്തന്മാരോട് രാജാവ് കൽപ്പിക്കുക, സാധാരണ ഈ ചൂള ചൂട് പിടിപ്പിക്കാറുണ്ട്. പക്ഷേ യവന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? 7 മടങ്ങ് അധികം ചൂട് പിടിപ്പിക്കണം. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ they have heated the furnace 7 times more than it want to be heated. എന്ന് വെച്ചാൽ ഈ ചൂള അങ്ങനെ ചൂടാക്കാൻ പാടില്ല. ഈ ചൂള അങ്ങനെ ചൂടാക്കാൻ പാടില്ലെന്ന്. പക്ഷെ ദൈവഭക്തന്മാർക്ക് വേണ്ടി ഈ ചൂള ചൂടാക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു പക്ഷെങ്കിൽ ചൂടായെന്ന് വരാം. മനസ്സിലാകുന്നുണ്ടോ? ചൂടായെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ നമുക്ക് ഈ വചനം എത്രയോ ആശ്വാസമാണ്. എന്നാൽ ഈ ചൂളയ്ക്ക് അവരുടെ വിശ്വാസത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞോ, ശദ്രക്ക് മേശക്ക് ഇനി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഏതായാലും നമ്മൾ ഇത്രയൊക്കെ പിടിച്ചു നിന്നു, ഏതാണ്ട് രാജാവ് ഇത് 7 മടങ്ങൊക്കെ ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണോ? വേണ്ട രാജാവേ, നീ 7 അല്ല 70 മടങ്ങ് അധികം ചൂട് പിടിപ്പിച്ചാലും ഞങ്ങളെ വിശ്വാസത്തിന്റെ കോട്ടം ഭവിക്കല്ലേ. നമ്മളൊരു കൊച്ചു മൂക്കിപ്പനി വന്നാൽ എന്തു പറയും? ഓ, ഈ ദൈവത്തെ പഴി പറയുന്നവരും പിറുപിറുക്കുന്നവരും ഒക്കെ ആയി തീർന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഈ ഭക്തന്മാർക്ക് ഈ ചൂള 7 അല്ല 70 അല്ല 700 മടങ്ങ് ചൂട് പിടിപ്പിച്ചാലും ദൈവഭക്തന്മാർ വിശ്വസിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തില. അതുകൊണ്ട് അവർക്ക് ആ നന്മ അനുഭവിപ്പാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ചൂടാകട്ടെ. ഇത് ചൂടാകാനുള്ളതാ. പിന്നെ കുറച്ചുകൂടെ മനസ്സിലാകുമ്പോ, ഞാൻ നിന്റെ പൈതലായി ജീവിച്ചാൽ ഒരു പക്ഷെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാതെ വണ്ണം ഈ ചൂള എന്റെ ജീവിതത്തിൽ ചൂടായെന്ന് വരാം. പക്ഷേ ഞാൻ അങ്ങയെ ചേർന്ന് നിൽക്കും, ഞാൻ അങ്ങയോടൊപ്പം നിൽക്കും. അങ്ങന്റെ ദൈവമാണ്. ജീവപര്യന്തം വിശ്വസ്തരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ സേവിക്കും. അതായത് ദൈവഭക്തന്മാർ പറഞ്ഞത്. നീ ദൈവമക്കൾക്ക് ലോകത്തിൽ നിന്നും 7 മടങ്ങ് ചിലപ്പോ അല്ലേ, ലോകത്തിലെ മനുഷ്യനാണ് ഈ രാജാവ്, 7 മടങ്ങ് അധികം ചൂട് പിടിപ്പിച്ചു. ഒരു ചൊല്ലുണ്ട് ഇവിടെ പറയുന്നത്, ഈ ചൂള നശിക്കാനായിട്ട് സാധ്യതയുണ്ട് രാജാവേ, എന്നാലും സാരമില്ല, ചൂള നശിച്ചാലും വേണ്ടിയല്ല ഇവന്മാരെ എന്ത് ചെയ്യണം അല്ലേ? ഒരു ചൊല്ലുണ്ട്, മോൻ ചത്താലും വേണ്ടിയല്ല ആ മരുമോടെ കണ്ണുനീര്
കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ ലോകം നമ്മളോട് ഇടപെടുന്നത്. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ, ലോകവും കൂടെ നമുക്കെതിരാ, ലോകത്തിലെ മനുഷ്യരും കൂടെ നമുക്കെതിരാ. അവരുടെ പ്രയാസങ്ങളും കൂടെ അനുഭവിച്ച് വേണം ഇവന്മാരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാമോ അങ്ങനെ നശിപ്പിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പറയട്ടെ, 70 മടങ്ങ് ചൂട് പിടിപ്പിച്ചാലും എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് ആ ഭക്തന്മാര് വിശ്വസിച്ചത്. മുന്നോട്ട് പോകാമല്ലോ. ഇനി ഈ ചൂളയുടെ അടുത്ത പ്രത്യേകത, 2 പ്രത്യേകത നമ്മൾ പഠിച്ചു. ഒന്ന്, ഈ ചൂള പതിവായി ചൂട് പിടിക്കുന്നത്. 2, ഈ ചൂള ദൈവമക്കൾക്ക് വേണ്ടി 7 മടങ്ങ് ഇരട്ടി എന്ത് ചെയ്യും? ചൂട് പിടിക്കും. 3-ാമത്തെ പ്രത്യേകത, അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ആ ആ ആ ആ ദഹിപ്പിച്ച് കളഞ്ഞു. എന്താ വായിച്ചേ? മനസ്സിലായോ? എന്താ അതിന്റെ വിഷയം ഒന്ന് പറഞ്ഞേ. ഈ ചൂളയുടെ അടുത്ത പ്രത്യേകത പറയാമോ? അതിന്റെ ഒരു പേര്, അത് നമുക്ക് ഈ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിനകത്ത് നമുക്കിത് കൂട്ടാം. ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയതാ. എരിയുന്ന തീച്ചൂള, പിന്നെ അത്യന്തം ചൂടായിരിക്കുന്ന ചൂള, അതാണ് 7 മടങ്ങ് അധികം ചൂട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റ് പദങ്ങളായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു വിഷയം വായിച്ചു. എന്താ വായിച്ചേ? രാജാവ് തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് എന്ത് പറഞ്ഞു? ഇവന്മാരെ പിടിച്ചോണ്ടുപോയി ആ ചൂളയിൽ ഇടാൻ പറഞ്ഞു. ഇനി അവരുടെ അവസ്ഥ എന്താ എന്നാണ് നമ്മൾ 22-ാം വാക്യത്തിൽ വായിച്ചത്. എന്താ വായിച്ചത്? രാജകൽപ്പന കർശനമായിരിക്കെ കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കെ കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല എന്ന് വെച്ചാൽ, ഞാൻ അതിന് കൊടുത്ത ഹെഡ്, ഇത് മഹാബലവാന്മാരെ ദഹിപ്പിച്ച് കളഞ്ഞ ചൂളയാണ്. ഇത് മഹാബലവാന്മാരെ ദഹിപ്പിച്ച് കളഞ്ഞ ചൂളയാണ്. ആ ചൂളയുടെ നടുവിലാണ് ഒരു പക്ഷെങ്കിൽ ദൈവജനവും ആയിരിക്കുന്നത്. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നവരാരാ? മഹാബലവാൻ. കേവലം ബലവാനല്ല, അവർ മഹാബലവാന്മാരെന്ന് വെച്ചാൽ ഇവർ ഈ പണി ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ഇവർ വർഷങ്ങളായിട്ട് നാളുകളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത്യാവശ്യം കായബലവും ആരോഗ്യവും ഒക്കെ ഉള്ളവരെ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പരിപാടി ഏൽപ്പിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ സൗരിമാരൊക്കെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഒരു പ്രശ്നമുണ്ട്. തിരിച്ചിടാനായിട്ട് അത് തൊടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ പൊള്ളും. പക്ഷെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യുന്നറിയുമോ? തീക്കകത്തുനിന്നെടുത്ത് തിരിച്ചങ്ങ് ഇടും. എന്ന് വെച്ചാൽ ആ ചൂടിനോട് നമ്മുടെ കൈ എന്ത് ചെയ്തു? അഡോപ്റ്റ് ആയിട്ട് തീർന്നു. അതിനോട് പരിശീലനം വന്നു. ഇപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ മിടുക്കന്മാരാണെന്ന് എടുത്തോണ്ട് പോയവര് നാളുകളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അവര് മഹാബലവാന്മാരാ. ഈ മഹാബലവാന്മാരെ അഗ്നിജ്വാല ദൈവഭക്തന്മാരെയോ ദഹിപ്പിച്ച് ഒരു മഹാബലവാന്മാരെ ദഹിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്ന ഒരു കേസില് അതേ സ്ഥലത്ത് തീക്കകത്ത് വീണവന്റെ രോമം പോലും കരിഞ്ഞില്ല. അതാ ദൈവകരുതല്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്നത് മഹാബലവാന്മാരെ ദഹിപ്പിച്ച് കളഞ്ഞ ചൂളയായിരിക്കാം. കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. എന്താ ബിസിനസിന്റെ പേര്? കോൺഫിഡൻസ്. ആ കോൺഫിഡന്റ് എവിടെ ഇല്ലായിരുന്നു? ബിസിനസിന്റെ പേര് മാത്രമേ ഉള്ളായിരുന്നു. ജീവിതത്തിൽ ആ കോൺഫിഡന്റ് ഇല്ലായിരുന്നു. കാശില്ലാഞ്ഞിട്ടാണോ? പവറില്ലാഞ്ഞിട്ടാണോ? പണമില്ലാഞ്ഞിട്ടാണോ? ആയുധമില്ലാഞ്ഞിട്ടാണോ? ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? വണ്ടി ഇല്ലാഞ്ഞിട്ടാണോ? ബാങ്ക് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണോ? പ്രിയപ്പെട്ടവർ, എന്തിന്റെ കുറവാ അവിടെ ഉണ്ടായിരുന്നേ? കോൺഫിഡൻസിന്റെ കുറവ്. അവൻ ബിസിനസ്സിന് വലിയ പേരൊക്കെ കൊടുത്തു, കോൺഫിഡന്റ് ഗ്രൂപ്പ്. പക്ഷേ ജീവിതത്തിൽ ഒരു റെയ്ഡ് വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ പോയി ഷൂട്ട്. ഈ ലോകത്തിലെ മനുഷ്യനെ കഷ്ടത വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പണ്ടൊരു അച്ചായനുണ്ടായിരുന്നു. ക്യാൻസർ വന്നയാ, വർഷങ്ങൾക്ക് മുമ്പാ. സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം കൊണ്ട് ഇച്ചിരി ഫ്യൂരിഡാൻ എടുത്ത് എന്ത് ചെയ്തു? കഴിച്ചിറങ്ങി അങ്ങ്
ലോകത്തിലെ മനുഷ്യനൊക്കെ കഷ്ടത വന്നാൽ അവൻ ഭാനെ കയറിടും. അവൻ മറ്റു പല വഴികൾ അന്വേഷിക്കും. ജീവിതം മതി, മടുത്തു. ദൈവജനമോ കഷ്ടതയുടെ നടുവിൽ സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവനാണ് ദൈവത്തിന് സ്തോത്രം. നീ മഹാബലവാൻ. അനേകര് പട്ടുപോയ സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബലമാണോ? ഇത് നമ്മുടെ കോൺഫിഡന്റ് അല്ല. നമ്മുടെ കൈ പണം ഉണ്ടെന്നുള്ളതാണോ കോൺഫിഡന്റ്? നമ്മുടെ കൈ കഴിവുണ്ടെന്നുള്ളതല്ല കോൺഫിഡന്റ്. എന്നെ കരുതുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ളത്. ഞാനോ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അതാ ഈ ഭക്തന്മാരുടെ കോൺഫിഡന്റ്. അതാണ് അവരെ രക്ഷിച്ചത്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചാഞ്ചല്യപ്പെടാതെ ഇരുതോണിയിൽ കാല് വെച്ചാൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ വീഴും, യാതൊരു സംശയവുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൽ ഈ ഭക്തന്മാരെ പോലെ വിശ്വസിക്കാനായിട്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കഷ്ടത വരാം, രോഗം വരാം, പ്രയാസം വരാം, പ്രതികൂലം വരാം. നമുക്ക് വേണ്ടി ചൂള 7 മടങ്ങ് അധികം ഇരട്ടിയായി ചൂടാക്കിയെന്ന് വരാം. ഇത് മഹാബലവാന്മാരെ പട്ടുപോയ അവരെ ദഹിപ്പിച്ച് കളഞ്ഞ ചൂളയാണ്. പക്ഷേ ദൈവമക്കൾക്ക് ഈ ചൂളയുടെ നടുവിൽ ബലത്തോടെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പോറല്ല, ദൈവം നമ്മോടുകൂടെ ഉണ്ടായതുകൊണ്ടാണ്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. 24 മുതൽ 24-25 വാക്യം. അടുത്ത പ്രത്യേകത. ആ ആ ആ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ദൈവപുത്രനെ ഈ രാജാവ് കണ്ടിട്ടുണ്ടോ? ദൈവപുത്രനെ രാജാവ് കണ്ടിട്ടുണ്ടോ? രാജാവ് പറയാ, ദൈവപുത്രൻ ദാണ്ടെ ഈ ഭക്തന്മാരോട് കൂടെ ചൂളയിൽ പറയട്ടെ. ഈ ചൂള ദൈവപുത്രനെ വെളിപ്പെടുത്തുന്ന, ആമേൻ, സ്തോത്രം, ദൈവപുത്രനെ വെളിപ്പെടുത്തും ചൂളയാണിത്. പതിവായി ചൂട് പിടിക്കുന്ന ചൂളയാണ് ഇത്. 7 മടങ്ങ് അധികം ചൂട് പിടിക്കുന്ന ചൂളയാണ് ഇത്. മഹാബലവാന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞ ചൂളയാണ്. 4, ഇത് ദൈവപുത്രനെ വെളിപ്പെടുത്തുന്ന ചൂളയാണ്. എന്തിനാ ഈ ചൂള നമുക്ക് തരുന്നത്? എന്തിനാ ഈ വേദന നമുക്ക് തരുന്നത്? എന്തിനാ ഈ രോഗം നമുക്ക് തരുന്നത്? എന്തിനാ ഈ ബുദ്ധിമുട്ട് തരുന്നത്? ദൈവത്തോട് കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. ദൈവത്തോട് കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് നീ ഒരു കാര്യം, നീ ഇവിടെ ഇരി, ചൂളയിലിരി, ഇച്ചിരി നേരം ഇവിടെ ഇരി, ഞാനും കൂടി ഇവിടെ ഇരിക്കാം. നിനക്ക് എന്നെ കിട്ടുന്നുണ്ടോ? നിനക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? എന്റെ സാന്നിധ്യം കിട്ടുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ചൂള ദൈവപുത്രനെ വെളിപ്പെടുത്തി തരുന്ന ചൂളയാണ്. തീയുടെ നടുവിൽ 4-മനായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഭക്തന്മാർക്ക് ഇച്ചിരി കഴിഞ്ഞ് ഒരു പുൾപ്പിറ്റും കൊടുത്തൊരു മൈക്കും കൊടുത്ത് അങ്ങോട്ട് കയറ്റി നിർത്തിയാലേ എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്? ദൈവമേ, ചങ്കത്ത് തൊട്ട് ഹൃദയത്തിൽ തൊട്ട് സാക്ഷ്യം പറയൂ, അയ്യോ ഞങ്ങൾ പറഞ്ഞു ദൈവം ഞങ്ങളെ വിടുവിക്കുന്നവനാണ്, പക്ഷേ ഈ ദൈവം ഇങ്ങനെ വിടുവിക്കുന്നവനാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ ചൂളയിലേക്ക് ഈ ദൈവം തമ്പുരാൻ ഞങ്ങളെ കളത്തിവിട്ടപ്പോൾ അവൻ എന്റെ അടുക്കൽ ഇരിക്കുന്നവനാണെന്ന്, അവന്റെ സാമീപ്യം അനുഭവിക്കുവാൻ എനിക്കിടയായി തീർന്നു. അവന്റെ സാമീപ്യം അനുഭവിപ്പാൻ എനിക്കിടയായി തീർന്നു. ഇനി എങ്ങനെ ഇട്ടത്? കെട്ടിയായിട്ടല്ലേ? അവരെ ബന്ധിച്ചിട്ടെന്ന 21-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇനി 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ്. എന്നാ വെച്ചായിരിക്കും കെട്ടിയത്? കയറ് വെച്ചാന്നു? എന്തായാലും അത്യാവശ്യം നല്ല സാധനം വെച്ചായിരിക്കും കെട്ടിയത്. ആ കെട്ടിയ സാധനമേ തീ കൊണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇനി അടുത്തത്, തീയുടെ നടുവിൽ നടക്കുന്നത്, കെട്ടഴിഞ്ഞ് തീയുടെ നടുവിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും. സ്തോത്രം. ഈ കെട്ടിയ സാധനം തീ കൊണ്ടുപോയെന്ന് ദൈവദാസന്മാർക്ക് ഒരു കേടും. അതാ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന് സ്തോത്രം. ഇനി തീയുടെ നടുവിൽ എന്ത് ചെയ്യാന്നറിയാമോ? ഇരിക്കുകയല്ലെന്ന്. തീയുടെ നടുവിൽ
സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അല്ലോ, തീയുടെ നടുവിൽ നടത്തുന്ന ദൈവം തീയുടെ നടുവിൽ ഇരിക്കുകയല്ല, തീയുടെ നടുവിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ജയഘോഷത്തോടെ നടക്കുന്ന ദൈവഭക്തർ. ആ സ്തോത്രം. തീയിലാ ജീവിക്കുന്നത്, പക്ഷെ എന്ത് ചെയ്യുക? വിശ്വാസത്തിന്റെ നടത്തം തീക്കകത്ത് വെച്ച് നടക്കുക. എന്തല്ലേ ഇത്ര തീയും കൊണ്ടാണ് നമ്മൾ നടക്കണേ അല്ലേ? തീ കത്തുകാകത്ത് പല വിഷയങ്ങൾക്കും ഇതുവരെ പരിഹാരം വന്നിട്ടില്ല. പല വിഷയങ്ങൾക്കും അതിന്റെ മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും എന്ത് ചെയ്യുക? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിൽ ഉപേക്ഷിക്കാത്തവനാണ്, കൈവിട്ട് കളയാത്തവനാണ്, കൂടെ ഇരിക്കുന്നവനാണ്. അതേ, ഞാൻ തീയിലാണ്, പക്ഷെ തീയിൽ നടക്കുവാൻ എന്നെ സഹായിക്കുന്ന ഒരു ദൈവം, തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വരുന്ന ഒരു ദൈവം, ദൈവപുത്രനെ വെളിപ്പെടുത്തുന്ന ഒരു ചൂള. 46 സങ്കീർത്തനം 1 വാക്യം എന്താ അത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. അടുത്തത്, കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത. സ്തോത്രം. എന്തിനാ കഷ്ടം തരുന്നത്? ഏറ്റവും അടുത്ത് ദൈവത്തിന് ഇരിക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓടുക, നമ്മൾ ലോകത്തിലെ ഒത്തിരി വിഷയങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് നമ്മോട് കൂടെ ഇരിക്കാം. ദൈവം നമ്മോട് കൂടെ വരുമ്പോൾ നമ്മൾ വേറെ ജോലിയുടെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, ബാങ്കിന്റെ കാര്യങ്ങൾ ഒക്കെ ആലോചിച്ച് എന്ത് ചെയ്യുക? അങ്ങ് പൊക്കോണ്ടിരിക്കുക. ദൈവം നോക്കിയിട്ട് നീ ഒരിടത്ത് ഇരിക്കുന്നില്ല, നിന്നെ ഒരിടത്ത് ഇരുത്താനായിരിക്കും ചിലപ്പം ഇരിക്കും. അല്ലേ? നമ്മൾ പഠിച്ചില്ലേ, ഞാൻ ഓർപ്പിച്ചില്ലേ, മാർത്തയും മറിയും എന്ത് ചെയ്തു? അവരിരുന്ന് കരഞ്ഞപ്പോ കർത്താവ് വന്ന് അവരോട് കൂടെ ഇരുന്നിട്ട് യേശു കണ്ണുനീർ വാർത്തവരോട് കൂടെ ഇരുന്നവരെ മാറോടണച്ചിട്ട് പറഞ്ഞു, മാർത്തേ മറിയേ, ഞാനില്ലേ, ഞാൻ വന്നില്ലേ, എന്തിനാ കരയുന്നത്? ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ. സ്തോത്രം. അപ്പൊ നമ്മോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, ദൈവപുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, തീയുടെ നടുവിൽ നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, കെട്ടഴിച്ച് നമ്മളെ സ്വതന്ത്രമായി തീയുടെ നടുവിൽ യാതൊരു കേടും പറ്റാതെ ജയോത്സവമായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്ക് എന്ത് തരാം? ചൂള തരാം, കഷ്ടത തരാം, രോഗം തരാം, പ്രയാസങ്ങൾ തരാം, മരണം തരാം. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മോട് സേവിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത്. കേവലം ഒരു ദൈവത്തെ അല്ല കേട്ടോ ഈ ഭക്തന്മാർ വിശ്വസിച്ചത്. ഇത് നമുക്ക് വേണ്ടി. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ പഴയ നിയമത്തിലെ ഭക്തന്മാരൊക്കെ അനുഭവിച്ച കഷ്ടം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് വേണ്ടിയിട്ടുള്ളതാ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി എന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ നിന്ന് ഞാൻ ഈ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് കൂടെ കുറച്ചുകൂടെ അടുക്കണം, ദൈവത്തോട് അടുത്ത് വരണം, ദൈവത്തെ കുറച്ചുകൂടെ രുചിച്ചറിയണം. കാലങ്ങൾക്കപ്പുറം എൻ്റെ ജനം ഈ ഭക്തന്മാരെ കരുതിയ ദൈവത്തെ ഓർത്ത് സ്തുതിക്കണം. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ചൂള ദൈവഭക്തന്മാർക്ക് കൊടുത്തത്. സ്തോത്രം. അതാ അടുത്ത പോയിന്റ്. അതിന്റെ 26 മുതൽ 29 വരെ ഒന്ന് വായിച്ചേ. 26 മുതൽ 29 വരെ സൂക്ഷിച്ച് ആശയം മനസ്സിലാക്കി വായിക്കണം. ആ ആ ആ ആ ആ അടുത്തത് എന്ന് വിധി പുറപ്പെടുവിച്ചു. ഓക്കെ, എന്തോ മനസ്സിലായി? എന്താ മനസ്സിലായി? ഈ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? തീച്ചൂളയുടെ വാതിൽക്കൽ വന്നു നിന്നു. ആദ്യം വിളിച്ച വിളി, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ
ഒന്ന്, ദൈവത്തെ പഠിക്കുക. രാജാവ് ദൈവത്തെ പഠിക്കുക. നോക്കിക്കോണേ, അതിന്റെ 15 എന്താ നമ്മൾ വായിച്ചത്? നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? അത് ഇച്ചിരി കനത്തിലാ ചോദിച്ചത്. ആരുണ്ടാ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക? എന്ന് വെച്ചാൽ ഇന്ന് വരെ ആരും രക്ഷിച്ചിട്ടില്ലെന്ന്. ഏത് ദേവനുണ്ടെന്ന് നിങ്ങളെ രക്ഷിക്കാൻ? ദേവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രാജാവ് പഠിച്ചിപ്പോ. ഇനി രാജാവ് ഈ ദൈവത്തെ ചില പേര് വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുന്നറിയാമോ? അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം. അടുത്തത് അവിടെ എന്താ? അതിന്റെ 28 നമ്മൾ വായിക്കുകയാണ്, ദൈവം വാഴ്ത്തപ്പെട്ടവൻ, ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത 29 ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ല. അവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് വായിക്കുന്നത് സ്വദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന ദൈവം. എത്ര കാര്യങ്ങളാണെന്നറിയാമോ ഈ ദൈവത്തെ കുറിച്ച് ഈ രാജാവ് പഠിച്ചത്? ഒന്ന്, ഈ ദൈവം ഏത് ദേവനുണ്ടെന്ന് ചോദിച്ചത്. ദേവനുണ്ടോന്ന് മനസ്സിലായി. ദേവൻ ആരാന്ന് മനസ്സിലായി. അത്യുന്നതനായ ദൈവമാണെന്ന് മനസ്സിലായി. ഇതുപോലെ വിടുവിക്കുന്ന ഒരു ദൈവം ഇല്ലെന്ന് മനസ്സിലായി. സ്വദൂതനെ അയച്ച് വിടുവിക്കുന്ന ഒരു ദൈവമാണെന്ന് മനസ്സിലായി. ഈ ദൈവമാണ് സ്തുതിക്ക് യോഗ്യൻ, വാഴ്ത്തപ്പെട്ടവൻ. അവനെ അല്ലാതെ ഇനി ആരെയും ആരാധിക്കേണ്ടെന്ന്, ആ ദൈവത്തിനെതിരെ ഇനി ഒരു അക്ഷരവും പറയേണ്ടത്. എന്താ പറഞ്ഞതിൻ്റെ ആശയം? ഇത് ദൈവ കരുതലിൻ്റെ സാക്ഷ്യം പറയുന്ന ചൂളയാണ്. ദൈവ കരുതലിൻ്റെ സാക്ഷ്യം ആര് പറയും? ചൂള പറയും. ഓക്കെ, നീ കുറച്ചുകൂടെ ഇതാരാ ഈ സാക്ഷ്യം പറയുന്നേ? ആരാ പറയുന്നേ? നമ്മളല്ല പറയും. നമ്മൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുൾപ്പിറ്റും കൊടുത്തിട്ട് മൈക്കും കൊടുത്തേച്ച് ഈ സഹോദരന്മാരെ കയറ്റി നിർത്തി അവർ പറയും. പക്ഷേ ഇതിപ്പോ പറഞ്ഞ ആരാ? രാജാവ് പറയും, പുറത്ത് നിൽക്കുന്നവർ പറയും, കണ്ടു നിൽക്കൊണ്ടിരിക്കുന്നവർ പറയും, അവിശ്വാസികൾ പറയും, ലോകം പറയും, രാജാവ് പറയും. മനസ്സിലായോ? അപ്പൊ അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കാനാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം. സ്തോത്രം. ലോകം നമ്മളെ കണ്ടിട്ട് നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? യോബിന്റെ കൂട്ടുകാർ വന്നേ ചോദിച്ചു, നീ ഇനിയും, ഭാര്യയും ചോദിച്ചു, നീ ഇനിയും നിന്റെ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ പിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പ്രയാസത്തിലൂടെ യാത്ര ചെയ്തിട്ട് ഈ ദൈവത്തെ സേവിക്കുന്നത് മറ്റുള്ളവർ കണ്ടേച്ച് അവർ ദൈവത്തെ, സ്തോത്രം, അപ്പൊ അവർക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം കൊടുക്കുന്ന ചൂളയാണ്. അവർക്ക് ദൈവത്തെ കാണാൻ, ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ദൈവം ചൂള അനുവദിക്കാം, കഷ്ടത അനുവദിക്കാം, രോഗം അനുവദിക്കാം, പ്രയാസങ്ങൾ അനുവദിക്കാം. പ്രിയപ്പെട്ടവരെ, എന്തിനാ? അതിന്റെ നടുവിൽ ഈ ഭക്തന്മാർ തിരിച്ചു പോയിരുന്നെങ്കിലോ, മാറ്റി പറഞ്ഞിരുന്നെങ്കിലോ, ഇപ്പൊ ഈ രാജാവ് അത് പറയുമായിരുന്നോ? നമ്മോട് കൂടെ നമ്മളെ ഈ ലോകത്തിൽ വെളിച്ചമാക്കി വെച്ചേക്ക്. അവർ വെളിച്ചം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിനായിട്ട് പ്രകാശിക്കണം. നമ്മൾ ലൈറ്റ് ഓഫും ചെയ്തിട്ട് ഒരിടത്ത് കയറി അടങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ദൈവത്തെ കാണിയല്ല. മലമേലിരിക്കുന്ന പട്ടണം എന്ത് ചെയ്യാൻ പാടില്ല? മറഞ്ഞിരിക്കാൻ പാടില്ല. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഭാഗമുണ്ട്. മലമേലൊരു പട്ടണമുണ്ട്, എന്നിട്ട് എന്നെ ആ പട്ടണത്തിന്റെ ഒരു വശത്ത് ആക്കി വെച്ചിരിക്കുക. ഈ താഴ്വാരത്ത് നിന്ന് ഈ പട്ടണത്തിലേക്ക് നോക്കുന്നവർ ഈ പട്ടണം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഭാഗത്ത് ഞാൻ ഇവിടെ നിന്ന് വിളക്ക് കൊളുത്തി വെക്കണം, ഞാനിവിടെ തിരി കത്തിച്ചു വെക്കണം, ഞാനിവിടെ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കണം. ഞാനിത് പ്രകാശിക്കുമ്പോൾ മലമേലൊരു പട്ടണമുണ്ടെന്ന് ലോകത്തിലെ മനുഷ്യൻ കാണുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, അല്ല കഷ്ടത വരുമ്പോൾ ലൈറ്റെല്ലാം അണച്ച് ദൈവവുമില്ല ദേവനുമില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയാലോ? ലോകത്തിലൊരു മനുഷ്യനും ദൈവത്തെ അറിയില്ല. എൻ്റെ ജീവിതത്തിൽ കഷ്ടം തരുന്നത് മറ്റുള്ളവർക്ക് ചില പാഠം, മറ്റുള്ളവർക്ക് ചില സാക്ഷ്യം, മറ്റുള്ളവർ ചില ദൈവത്തെ അറിയുവാൻ മുഖാന്തരമായി തീരുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ വിടുവിക്കുന്ന ദൈവം ആരാന്ന് നീ ചോദിച്ചില്ലേ? ഇതാ എൻ്റെ ദൈവം, സ്വദൂതനെ അയച്ചു വിടുവിക്കുന്നവനാണ് എൻ്റെ ദൈവം. എവിടുന്നാ മനസ്സിലാക്കിയത്? ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ നോക്കി. ദേവനാരാന്ന് നീ ചോദിച്ചില്ലേ? തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വരുന്നവനായ എൻ്റെ ദൈവം. എവിടുന്നാ പഠിച്ചത്? ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കി ദൈവം വാഴ്ത്തപ്പെട്ടവനാണെന്ന് പറയാൻ എങ്ങനെ ഇടയായി തീർന്നത്? ഈ ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കി. ഈ ദൈവമല്ലാതെ ഇതുപോലെ ഒരു ദൈവമില്ല എന്ന് ഈ രാജാവ് എങ്ങനെയാ മനസ്സിലാക്കിയത്? എങ്ങനെയാ പഠിച്ചത്? എങ്ങനെയാ അറിഞ്ഞത്? എങ്ങനെയാ ഈ ദൈവത്തെ കണ്ടത്? ഈ ഭക്തന്മാർ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഇടയായി തീർന്നു. ഇത് ദൈവ കരുതലിന്റെ സാക്ഷ്യം പറയുന്ന ചൂളയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലേ? അവിടെ ഈ സഹോദരന്മാർ വല്ല സാക്ഷ്യം വല്ലതും പറഞ്ഞായിരുന്നോ? രാജാവെ നോക്കിക്കേ, ഞങ്ങളുടെ ദൈവം എന്ത് ദൈവമാണെന്ന് നീ ഒന്ന് നോക്കി വല്ലതും പറഞ്ഞോ? അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഒരക്ഷരവും
ഈ 18-ാം വാക്യം കഴിഞ്ഞാൽ പിന്നെ ഈ സഹോദരന്മാര് മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ ഈ നടക്കുന്ന സംഭവങ്ങളാണ് അവർക്ക് സാക്ഷി, പിന്നെ ഈ നടക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് മാർഗദർശി. പ്രിയപ്പെട്ടവരല്ലേ, ഈ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോഴേ മോശയും ജനമെല്ലാം കൂടെ വളരെ ഭാരപ്പെട്ടു നിൽക്കുക, ജനം വളരെ ആകുലമായിരിക്കുക. അതിന് മോശ പറയുന്നുണ്ട്, ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്ന രക്ഷ നിങ്ങള് കണ്ടുകൊള്ളുവീൻ. അടുത്ത വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ 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 മിണ്ടാതിരുന്നാൽ മതി. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആരോടും വെല്ലുവിളിക്കാനൊന്നും പോണ്ടെന്നേ, ആരോടും ഒന്നും പഠിപ്പിച്ചു കൊടുക്കാനൊന്നും നമ്മള് പോണ്ട. നമ്മളെ അടിക്കുമ്പോഴും നമ്മളെ പരിഹസിക്കുമ്പോഴും നമ്മളെ ദൂഷിക്കുമ്പോഴും ഒക്കെ മിണ്ടാതെങ്കിരുന്നാൽ മതി. ദൈവം നമുക്ക് ചെയ്യുന്ന രക്ഷ കാണുവാനിടയായി തീരും. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരിക്കലും കാണത്തില്ല. അവരിന്ന് ദൈവം ആരാന്നറിയാൻ പോവുക. ഇത്രയും നാൾ ഞങ്ങളെ ഇട്ട് പണിയെടുപ്പിച്ചില്ലേ, ഇത്രയും നാൾ ഞങ്ങളെ വിഷമിപ്പിച്ചില്ലേ, ഇന്ന് രാത്രി നിങ്ങളൊന്നും മിണ്ടണ്ട, നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. നിങ്ങളുടെ ദൈവം ആരാന്ന് ഇന്ന് ഞാൻ അവരെ അറിയിക്കാൻ പോവുക. നിങ്ങളെ രക്ഷിക്കുകയും അവരെ ഈ കടലിലേക്ക് ഇട്ടുകളയുകയും ചെയ്യുന്ന ഒരു ദൈവം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അധികം ഒന്നും നമ്മള് ആരോടും ഒന്നും പറയാനായിട്ട് പോകണ്ട. ചിലർ പരിഹസിക്കും, ചിലർ നമ്മളെ കുറ്റം പറയും, അവരെ നടുവില് അങ്ങനെ ഇങ്ങനെ അതൊന്നും പറയണ്ട. പലപ്പോഴും നമ്മുടെ പ്രശ്നം നമുക്ക് മിണ്ടാതിരിക്കാനായിട്ട് അപ്പൊ വലിയ പാടാ, മിണ്ടാതിരിക്കാനായിട്ട് നമുക്ക് വലിയ പാടാണ്. ഇവിടെ പറയാം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ പ്രവർത്തിച്ചോളാം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവദാസന്മാർ പറഞ്ഞു, ഒരുപക്ഷെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാണ്, അല്ലയോ ദൈവമേ, ഈ രാജാവിനെ, ഈ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണേ, ഇവർ ഈ ദൈവത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, ഇല്ലേ? അവിടെ 15 എക്സോഡസ് 14:15 നമ്മൾ വായിക്കുന്നത്, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്ത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് മുൻപോട്ട് പോകാൻ. ചെങ്കടലാണെന്ന് സാരമില്ല, മുമ്പോട്ട് പൊക്കോ. തീച്ചൂളയാ, മുമ്പോട്ട് പൊക്കോ. തീയുടെ നടുവിൽ നമുക്ക് നടക്കാനായിട്ട് പറ്റും, ചെങ്കടലിന്റെ നടുവിൽ നമുക്ക് നടക്കാനായിട്ട് പറ്റുമെന്ന്. മുന്നിൽ പ്രതികൂലമുണ്ട്, മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ട്, പക്ഷേ ദൈവം പറയാ, മുന്നോട്ട് പോ, മുന്നോട്ട് പോ. നിന്നെ നയിക്കുന്നവൻ ഞാനാണ്, നിനക്ക് മാർഗദർശി ഞാനാണ്, വഴി പറഞ്ഞു തരുവൻ ഞാനാണ്, വഴി ഒരുക്കുന്നവൻ ഞാനാണ്, കൂടെ ഇരിക്കുന്നവൻ ഞാനാണ്, കരുതുന്നവൻ ഞാനാണ്. മുന്നോട്ട് പോ. എങ്ങും തട്ടി എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. എങ്ങും തട്ടി ഭാരപ്പെടണ്ട, എങ്ങും തട്ടിമുട്ടി നിൽക്കണ്ട. ഇല്ലേ, അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിട, ഭംഗമില്ലാതോട് മുന്നോട്ട് പോ, മിണ്ടാതിരുന്നോ. ദൈവത്തെ അറിഞ്ഞുകൊള്ളുവീൻ, ദൈവം ആരാന്ന് മനസ്സിലാക്കിക്കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കട്ടെ. ഇനി ഞാൻ അവിടുത്തെ ആശയത്തിൽ പറയാം. ഇനി സാക്ഷ്യം പറയാൻ പോകും, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. ഇനി ദൈവം ആരാന്ന് സാക്ഷ്യം പറയാൻ പോവും. ആരാ? ചെങ്കടലിൽ സാക്ഷ്യം പറയാൻ പോവാ ഈ ദൈവം ആരാ. സ്തോത്രം. ഇവിടെ ഈ ചൂള സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇനി ഒരു അക്ഷരവും ഇണ്ട. നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു ദൈവത്തെ സേവിക്കത്തുള്ളൂ, ഒരു ദൈവമേ ഉള്ള സേവിക്കാൻ കൊള്ളാവുന്നത്, ഒരു ദൈവമേ ഉള്ള ആരാധിക്കാൻ കൊള്ളാവുന്നത്, ആ ദൈവത്തെ ഞങ്ങൾ സേവിക്കുള്ളൂ. നിങ്ങൾക്ക് ഉപദ്രവിക്കാം, നിങ്ങൾക്ക് പരിഹസിക്കാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാം, എല്ലാം ചെയ്തുകൊള്ള സാരമില്ല. ഇനി ഈ ചൂള സാക്ഷ്യം പറയും, ഇനി ഈ ചെങ്കടൽ സാക്ഷ്യം പറയും, ഇനി ഈ മരുഭൂമി സാക്ഷ്യം പറയും. പ്രിയപ്പെട്ടവരെ, നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ കരുതുവാൻ ശക്തരാണ്. മരുഭൂമിയിൽ മന്ന തന്ന് നമ്മളെ നടത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. 30-ാം വാക്യം. സ്തോത്രം. ഇപ്പൊ എത്ര പോയിന്റ് ആയി? ഓർമ്മയുണ്ടോ? നോക്കാതെ പറയാമോ? എഴുതിയോ ആരെങ്കിലും? പതിവായി ചൂട് പിടിക്കുന്ന ചൂള. രണ്ടാമത്തത് 7 മടങ്ങ് അധികം ചൂട് പിടിക്കുന്ന ചൂള. 3 മഹാബലവാന്മാരെ ദഹിപ്പിച്ച് കളഞ്ഞ ചൂള. 4 ദൈവപുത്രനെ വെളിപ്പെടുത്തുന്ന ചൂള. 5 ദൈവകരുതലിന്റെ സാക്ഷ്യം പറയുന്ന ചൂള. 6 ഒരു പോയിന്റ് കൂടെ പറയാം. എന്താ നമ്മളിപ്പോ വായിച്ചെന്താ? പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും സ്ഥാനമാനങ്ങൾ എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, എന്തായിരിക്കും എൻ്റെ അർത്ഥം? സ്തോത്രം. ഇത് പ്രതിഫലം നൽകുന്ന ചൂളയാണ്, ഇത് പ്രതിഫലം നൽകുന്ന ചൂളയാണ്. ഈ അനുഭവിക്കുന്ന രോഗം, ഈ അനുഭവിക്കുന്ന പ്രയാസം, ഈ അനുഭവിക്കുന്ന ഉപദ്രവം, ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, സ്തോത്രം, ഇതിനെല്ലാത്തിനും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. ഇവിടെ ഈ ദൈവദാസന്മാര് പിന്മാറിപ്പോയിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നു.
പിന്മാറിപ്പോയിരുന്നെങ്കിൽ ഈ സ്ഥാനമാനം കിട്ടുമായിരുന്നോ? ഇല്ല. ദൈവം അവരെ മാനിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ ഉണ്മയായി സേവിച്ച് ജീവിക്കുക. നീ എല്ലായ്പ്പോഴും ദൈവഭക്തിയോടിരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാകും, നിശ്ചയം, ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. രോഗം വരാൻ, കഷ്ടം വരാം, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരാം. പക്ഷേ ഈ ദൈവത്തെ ഉണ്മയായി സേവിക്കുമോ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കും. എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. നിനക്ക് പ്രതിഫലം തരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നിനക്ക് ചൂള അനുവദിക്കുന്നത്. നിനക്ക് പ്രതിഫലം ഒരുക്കി വെച്ചിട്ടാണ് അവൻ നിന്നെ പ്രയാസത്തിലേക്ക് നടത്തിവിടുന്നത്. നിനക്ക് തരുവാൻ ഒരു വലിയ ട്രോഫി എടുത്തു വെച്ചിട്ടാണ്, നമ്മുടെ ആശയത്തിലാണ് വെച്ചിട്ടാണ് ദൈവം എനിക്ക് രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ തരുന്നു. ഇതിന്റെ മധ്യത്തിൽ നീ എങ്ങനെ ജീവിക്കുമെന്ന് കണ്ടിട്ട് വേണം ആ പ്രതിഫലം നിന്റെ കരങ്ങളിലേക്ക്. ആ ഓട്ടം തികയ്ക്കുന്ന നാളിൽ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി. ഞാൻ എങ്ങനെയെങ്കിലും ഓടി ഒക്കുന്നടുത്ത് പോലെ ചെയ്തു, ചിലക്കൊക്കെ തിരിഞ്ഞു നിന്നു, പറ്റുന്നതിനൊക്കെ ചെയ്തു. ആണോ? അല്ല, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതി. അവർക്ക് എന്തുണ്ട്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വെച്ചേവർക്കും കൂടെ തരുവാനിടയായിട്ട് തരും. പ്രിയപ്പെട്ടവരെ, എന്താ ഈ ചൂളയുടെ പ്രത്യേകത? ഇത് പ്രതിഫലം നൽകുന്ന ചൂളയാണ്. ഇത് പ്രതിഫലം നൽകുന്ന ചൂളയാണ്. ഈ ചൂള ഇല്ലായിരുന്നെങ്കിൽ ചില പ്രതിഫലങ്ങൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഇല്ലേ, പത്രോസിനെ ഒരു ദിവസം പിശാചി ഒന്ന് ചോദിച്ചു, ഒന്ന് തരുമോന്ന് ചോദിച്ചു. ഒന്ന് എനിക്ക് പരീക്ഷിക്കാനൊന്ന് കൊടുത്തോ? പത്രോസിനോട് കർത്താവ് എന്നാ പറഞ്ഞേ? നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ കൊടുത്തില്ലെന്ന്. മനസ്സിലായി? നമുക്ക് രോഗം വരുന്നത് നമ്മളെ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ്. നമുക്ക് പ്രതികൂലം തരുന്നത് നമ്മളെ ദൈവത്തിന് വിശ്വാസം ഉണ്ടായത് കൊണ്ടാണെന്ന്. എനിക്ക് തരാനൊരു പ്രതിഫലം എടുത്തു വെച്ചേച്ചേ വിളിക്കുക ദൈവം, ഈ കഷ്ടത്തിലൂടെ ഇങ്ങ് കയറി വരാമോ? ഇത് നിനക്കുള്ളതാ, നിനക്കതിന് പറ്റും, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഈ ചൂള. ഭക്തന്മാർക്ക് പറ്റുമെന്നറിയാം. അവരെ വിശ്വസിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ട് അവർക്കുള്ള കിരീടം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങേക്കറിയിൽ ചെല്ലുമ്പോൾ അവർക്കത് പ്രാപിപ്പാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, നമുക്കത് പ്രാപിക്കുവാനിടയായിത്തീരും. നമുക്കത് നന്മകൾ നേടിയെടുക്കുവാനിടയായിട്ട് തീരും. അതിന് ഒരു പക്ഷെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ ദാസന്മാർ ഒരുപക്ഷെ പിന്മാറിപ്പോയിരുന്നെങ്കിൽ ഈ കരുതൽ അനുഭവിക്കുവാൻ അവർക്ക് കഴിയില്ലായിരുന്നു, ഈ സാക്ഷ്യം പറയാൻ അവർക്ക് കഴിയില്ലായിരുന്നു, ഈ പ്രതിഫലവും അവർക്ക് ലഭിക്കില്ലായിരുന്നു. പക്ഷേ എനിക്ക് പ്രതിഫലം നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ചൂള ഒരുക്കി ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ ദൈവത്തെ നമുക്ക് സേവിക്കാം. ഒന്നുകൂടെ പറയാം, ഈ ചൂള പതിവായി ചൂടുപിടിക്കുന്ന ചൂളയാണ്. എല്ലാവർക്കും, ലോകത്തിലുള്ള മനുഷ്യനുള്ള രോഗമല്ലാതെ ഒരു രോഗം നമുക്ക്, ദൈവമക്കൾക്ക് മാത്രം എന്തെങ്കിലും പുതിയ രോഗമുണ്ടോ? ഇല്ല. ലോകത്തിലെല്ലാ മനുഷ്യനും ഈ ചൂള ചൂടുപിടിക്കാറുണ്ട്. അതുകൊണ്ട് ദൈവമേ, നീ ഈ ചൂളയിലൂടെ എന്നെ കടത്തി വിടുന്നത് നിനക്ക് ഹിതമാണെന്ന് ഞാൻ മനസ്സിലാകുന്നു. ഇല്ലേ, പാട്ടിലെ അവസാനത്തെ 3-ാമത്തെ വരി അങ്ങനെ ആയിരുന്നു തോന്നുന്നു. ഇല്ലേ, നിന്റെ ഹിതം, നിന്റെ ഹിതം പോലെ, ഇത് നിന്റെ ഹിതമാണല്ലോ, ഇത് നിന്റെ ഇഷ്ടമാണല്ലോ, അങ്ങനെ ആവട്ടെ. അല്ലേ, കർത്താവ് അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. പ്രിയപ്പെട്ടവർ, അതൊക്കെ നമുക്ക് കർത്താവ് വളരെ മാതൃകയാണ്. കർത്താവിന് കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഇല്ല, ഒരു പക്ഷെങ്കിൽ ഈ ചൂള നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒരു പക്ഷേ 7 ഇരട്ടി അധികം ചൂടായെന്ന് വരാം. അവിടെയും ഈ ദൈവത്തെ മാത്രം ഉണ്മയായി സേവിക്കുവാൻ ഈ ദൈവഭക്തന്മാർക്കിടയായി തീർന്ന പോലെ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ സേവിക്കാനിടയായി തീരുന്നെങ്കിൽ നമുക്ക് ആ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാനിടയായി തീരും. ഇത് മഹാബലവാന്മാരെ ദഹിപ്പിച്ച് കളഞ്ഞ ചൂളയാണ്. ദൈവമക്കൾക്ക് മാത്രമേ ഇതിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇത് ദൈവപുത്രനെ വെളിപ്പെടുത്തുന്ന ചൂളയാണ്. 4-ാമ തീയുടെ നടുവിൽ 4-ാമനായി വെളിപ്പെടുന്ന ഒരു ദൈവം, നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കെട്ടുകളെ അഴിച്ച് നമ്മളെ ഭദ്രമായി തീയുടെ നടുവിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, തീയിൽ ഇരിക്കുകയല്ല, തീയിൽ നടക്കുവാൻ, യാത്ര ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ കരുതലിന്റെ സാക്ഷ്യം പറയുവാൻ
നമുക്കും മറ്റുള്ളവർക്കും ഇടയാക്കി തീർക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ സേവിക്കാം. നിശ്ചയമായിട്ടും ഒരു പ്രതിഫലമുണ്ട്. പ്രതിഫലം നൽകുന്ന ആ ചൂളയിലാണ് നമ്മൾ ആയിരിക്കുന്നത് മനസ്സിലാക്കി ഈ ദൈവത്തെ ഉണ്മയായി സേവിച്ച് ജീവിപ്പാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസരം തന്ന ദൈവസഭയോട് നന്ദി സ്നേഹം അറിയിക്കും. തുടർന്നും അടിയനെയും അടിയന്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് വിശേഷം ഓർപ്പിച്ച് വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു തിരുനാമം മാത്രം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.